താങ്ക് യു ചന്തു ആൻഡ് ബിനിൽ. നമ്മൾ ഇനി പോകുന്നത് അടുത്ത വാർത്തയിലേക്ക് പോയാൽ ഇന്ന് ലോകത്ത് സംഭവിച്ച ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതും ഒരു ധാരണയിലേക്ക് എത്തിയതും കരാറിന്റെ ഒപ്പിടലും ഒക്കെയായിരുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അമേരിക്കയും ഇറാനും തമ്മിൽ മാസങ്ങളായി നിലനിന്നിരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി കുറിച്ച് രണ്ടു രാജ്യങ്ങളും തമ്മിൽ ചരിത്ര പ്രധാനമായ കരാറിൽ, സമാധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാനും ഇസ്ലാമാബാദ് ധാരണാപത്രം, ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പേരിട്ടിരിക്കുന്ന 14 സമാധാന നിർദ്ദേശങ്ങളിൽ ഒപ്പുവച്ചിരിക്കുന്നു. എന്നാൽ ഇത് പൂർണ്ണ സമാധാന കരാറല്ല. അടുത്ത 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലേക്ക് എത്താനുള്ള ഒരു റോഡ് മാപ്പ് ആണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ പരിശോധിക്കാം സമാധാനം പുലരുമ്പോൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമാധാനം പുലരുമ്പോൾ ഈ യുദ്ധം എവിടെ നിന്നാണ് തുടങ്ങിയത്? അതിൽ നിന്നും തുടങ്ങുകയാണ് നമ്മളും. എവിടെ നിന്നാണ് യുദ്ധം തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് ഒട്ടും പുതിയതേയല്ല. കാലങ്ങളായി രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു പുതിയ സംഭവമല്ല. ഇറാന്റെ ആണവ പദ്ധതി, ഉപരോധങ്ങൾ, പശ്ചിമേഷ്യയിലെ സ്വാധീന പോര്, ഇവയൊക്കെ വർഷങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 2026 ഫെബ്രുവരി മാസത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു. അമേരിക്ക ഈ വിഷയത്തിൽ പറയുന്നത് ഇറാന്റെ ആണവശേഷി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ്. തുടർന്ന് ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണങ്ങൾ നടത്തി. അതോടെയാണ് തുറന്ന യുദ്ധത്തിലേക്ക് രണ്ടു രാജ്യങ്ങളും നീങ്ങിയത്. അങ്ങനെ ഈ യുദ്ധം നീണ്ടു നിന്നത് 110 ദിവസമാണ്. ഈ 110 ദിവസത്തെ യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മിസൈൽ ആക്രമണങ്ങളും തിരിച്ചടികളും ഉണ്ടായി. ഇറാനും അമേരിക്കയും പരസ്പരം നിരവധി സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചു. ലെബനോനിലെയും മറ്റ് മേഖലകളിലെയും പ്രോക്സി ഗ്രൂപ്പുകളും സംഘർഷത്തിന്റെ ഭാഗമായതോടുകൂടി ഈ യുദ്ധം പ്രദേശവ്യാപകമായി. മറ്റൊന്ന്, ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് മാറിയത്. ലോക എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും കടന്നു പോകുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആ യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി. ഇതിന് പിന്നാലെ ഇറാൻ ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തി. ഇറാൻ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതോടെ എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എണ്ണവില കുതിച്ചുയർന്നു. ആഗോള വിപണികൾ ആശങ്കയിലായി. ഏഷ്യൻ രാജ്യങ്ങൾ സമ്മർദ്ദത്തിലായി. ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഇന്ത്യ, ജപ്പാൻ, ചൈന, ഈ രാജ്യങ്ങളിലേക്ക് എണ്ണ ഇറക്കുമതി വലിയ സമ്മർദ്ദത്തിലായി. അമേരിക്കയുടെ നാവിക ഉപരോധം വന്നു. ഇറാന്റെ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കുമെതിരെ അമേരിക്ക നാവിക ഉപരോധവും ഏർപ്പെടുത്തി. ഇറാന്റെ എണ്ണ വരുമാനം തകർക്കുക എന്നുള്ളതായിരുന്നു അമേരിക്ക ഈ നാവിക ഉപരോധത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്ന കാര്യം. ഇതിനൊക്കെ ശേഷം ഈ സംഭവ വികാസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതിനൊരു അവസാനം വേണമല്ലോ. രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ സംസാരിക്കണമല്ലോ. അങ്ങനെ സംസാരിക്കാൻ മധ്യസ്ഥരായി രംഗത്ത് വരുന്നത് പാകിസ്ഥാനും ഖത്തറുമാണ്. രണ്ടുപേരുമാണ് സംസാരിക്കാനായി മധ്യസ്ഥരായിട്ട് രംഗത്ത് വരുന്നത്. യുദ്ധം നിയന്ത്രണാതീതമാകുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് രണ്ടു രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചത്. ഒരുപാട് റൗണ്ട് ചർച്ചകൾ നടന്നു. അതിന് ഒടുവിലാണ് കരാറുകൾക്ക് ഒരു അന്തിമ രൂപം ആകുന്നത്. ഇപ്പോഴത്തെ കരാറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ അമേരിക്ക സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാവിക ഉപരോധം പിൻവലിക്കും എന്നുള്ളതാണ്. ഇറാന്റെ മരവിപ്പിച്ച ചില സാമ്പത്തിക ആസ്തികൾക്ക് ഇനി പ്രവേശനം നൽകുമെന്നുള്ളതും അമേരിക്ക പറയുന്നു. ഉപരോധങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ടാവും ഇളവുകൾ നൽകുക. അതേപോലെ തന്നെ അന്തിമ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകുമെന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാൻ ഈ കരാറിലേക്ക് അല്ലെങ്കിൽ ധാരണകളിൽ സമ്മതിച്ച കാര്യങ്ങൾ, ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാക്കുമെന്ന കാര്യത്തിൽ ഇറാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ആണവായുധം നിർമ്മിക്കില്ലെന്ന് വീണ്ടും ഇറാൻ ഉറപ്പു നൽകി കഴിഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര മേൽനോട്ടത്തിലുള്ള ആണവ ചർച്ചകളിൽ പങ്കെടുക്കുമെന്നുള്ള ഉറപ്പുകൂടി ഇറാൻ നൽകിയിട്ടുണ്ട്. അതേപോലെ ഹോർമൂസ് സാധാരണ നിലയിലാക്കും, സൈനിക നടപടികൾ അവസാനിപ്പിക്കുമെന്ന ഉറപ്പുകൂടി ഇറാൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ 110 ദിവസം നീണ്ട യുദ്ധം കഴിഞ്ഞു, ധാരണയിലേക്കെത്തി. ഇതിൽ ഒരു വിജയിയുണ്ടോ? ആരാണ് ഈ യുദ്ധത്തിൽ
ജയിച്ചത് എന്ന് ചോദിച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ യുദ്ധങ്ങൾക്ക് വ്യക്തമായ വിജയികൾ ഒരിടത്തും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കയ്ക്ക് ഈ യുദ്ധം കൊണ്ട് ലഭിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഈ കരാർ കൊണ്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ഇറാന്റെ ആണവ പരിപാടിയിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക മാത്രമല്ല, ഈ ഹോർമൂസ് കടലിടുക്ക് ടോളൊക്കെ ഏർപ്പെടുത്താൻ ഇറാന്റെ ഭാഗത്ത് നീക്കം ഉണ്ടായിരുന്നു. ആ നീക്കങ്ങളൊന്നും നടക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താനും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇറാന്റെ ആണവ പരിപാടിയിൽ പുതിയ നിയന്ത്രണ ചർച്ചകൾക്കൊക്കെ തുടക്കമിടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചു. യുദ്ധം കൊണ്ട് ഇറാന് ലഭിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ അവരെ സംബന്ധിച്ച്, ആ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ മരവിപ്പിച്ച ഫണ്ടുകളിലേക്കുള്ള ഒരു റീ എൻട്രി ആണ്. അവർക്ക് പ്രവേശനം കിട്ടുന്നു എന്നുള്ളതാണ്. ഉപരോധ ഇളവ്, അമേരിക്കയിൽ നിന്നുള്ള ഉപരോധത്തിന് ഇളവുകൾ വരുന്നു. അതേപോലെ ആ ഒരു ഭരണകൂടം, ആ റെജിം ചേഞ്ച് നടന്നില്ല. ഭരണകൂടം അതേപോലെ തന്നെ നിലനിർത്താനും ഇറാന് സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങൾക്കിടയിലും ഭരണവ്യവസ്ഥ തകർന്നില്ല എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ നമുക്കറിയാം, നമ്മുടെ അടുക്കളകൾ വരെ അതിൻ്റെ അലയൊലികൾ എത്തി, അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായി. ഇവിടുത്തെ ഇന്ധന വിലക്കയറ്റവും കാര്യങ്ങളുമൊക്കെയും നമ്മളെല്ലാവരും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതും ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ യുദ്ധം നിലയ്ക്കുന്ന സമയത്ത് എന്താണ് ഇന്ത്യക്കുള്ള നേട്ടം, നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന നേട്ടം എന്നുകൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേനും പ്രധാനമായിട്ടും ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് ഏറ്റവും വലിയ ആശ്വാസം എണ്ണവില കുറയാനുള്ള സാധ്യതയാണ്. ഹോർമൂസ് വഴി ചരക്കു നീക്കമൊക്കെ സാധാരണ നിലയിലായതോടുകൂടി എണ്ണവില ഇനി കുറയും. കാരണം അവിടെ കുടുങ്ങിക്കിടക്കുന്ന വെസൽസ് എല്ലാം വീണ്ടും ഇന്ത്യയിലേക്ക് എത്തും. ഇപ്പം എല്ലാം സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ സംസാരിച്ചതാണ്. ഓരോ കപ്പലുകളും വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അപ്പം ചരക്കു നീക്കം വീണ്ടും സുഗമമായി നടന്നു. സാധാരണ നിലയിലാകുമ്പോഴത്തേനും കൂട്ടിയ എണ്ണവില കുറയ്ക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷേ കുറഞ്ഞേക്കും എന്ന് നമ്മൾ കരുതപ്പെടുന്നു. പെട്രോൾ, ഡീസൽ വിലകളിലെ സമ്മർദ്ദം കുറയും. അതേപോലെ തന്നെ ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഒരു ചോദ്യത്തിനും കൂടിയുള്ള ഒരു ഉത്തരം ഞാൻ പറയുകയാണ്. യഥാർത്ഥ സമാധാനമായോ ഈ കരാറുകൊണ്ട്? ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ചോദിച്ചാൽ ഇത് നമുക്കൊരു കൃത്യമായ ഒരു ആൻസർ പറയാൻ പറ്റില്ലെന്നേ. കാരണം ഇതൊരു വലിയ അനിശ്ചിതത്വം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് അന്തിമ സമാധാന കരാർ അല്ല എന്നുള്ളതാണ് ഇതിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമായിട്ട് പറയുന്ന ഒരു കാര്യം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ ഒരു കരാറിലേക്ക് നീങ്ങാനുള്ള 14 പോയിന്റ് ധാരണാപത്രം മാത്രമാണ് ഇപ്പോൾ ഫ്രാൻസിൽ വെച്ച് സൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത 60 ദിവസത്തെ ചർച്ചകളാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ വെടിയൊച്ചകൾക്ക് താൽക്കാലികമായി ശമനമായെങ്കിലും അമേരിക്ക ഇറാൻ ബന്ധത്തിലെ യഥാർത്ഥ പരീക്ഷണം ഇപ്പോഴും തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന കാര്യം. ഇനി